ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദംസ് കഫേ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം ഉണ്ടാക്കാൻ വളരെ എളുപ്പമുള്ള ഒരു പുഡിംഗാണ്, കോഫി പുഡിംഗ്. കോഫിയും അതിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു പുഡിംഗ് ആയിരിക്കും ഈ ഒരു കോഫി പുഡിംഗ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കോഫി പുഡിംഗ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയർ ബിസ്ക്കറ്റ് കൊണ്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഫ്ലേവറുള്ള ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റ് നമുക്ക് എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ടൈഗറിൻ്റെ ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ബിസ്ക്കറ്റാണ്. നമുക്ക് ഹൈഡ് ആൻഡ് സീക്കോ ഓറിയോയോ ബർബോണോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 25ഓളം ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സി ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. കുറച്ച് തരികളോടുകൂടി ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യുന്ന ആ ഒരു ഡിഷിലോട്ട് തന്നെയാണ് ബിസ്ക്കറ്റ് പൊടിച്ചത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് ബട്ടർ ചേർക്കണം. ബട്ടർ അൺസോൾട്ടഡ് ബട്ടറാണ് ചേർത്തിരിക്കുന്നത്. അല്പം മെൽറ്റ് ചെയ്തിട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ഏകദേശം ഒരു 60-70 ഗ്രാമോളം നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കണം. ഈ ഒരു ബിസ്ക്കറ്റിലൊക്കെ നന്നായിട്ടത് മിക്സ് ചെയ്തിട്ട് ബിസ്ക്കറ്റിൻ്റെ എല്ലാ ഭാഗത്തും ആ ഒരു ബട്ടർ വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു സ്പാറ്റുലയോ സ്പൂണോ അല്ലെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ താഴെ ഭാഗമോ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ലെയർ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ശേഷം നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുമ്പോഴായിരിക്കും ഈ ഒരു ലെയർ നന്നായിട്ട് സെറ്റായി കിട്ടുന്നത്. ഇനി നമ്മളിത് ഫ്രിഡ്ജിലോട്ട് മാറ്റുവാണ്. ഏകദേശം 1 മണിക്കൂറോളം ഞാനിത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ലെയർ നന്നായിട്ട് സെറ്റായി കിട്ടിക്കോളും. അതിന് മുകളിലായിട്ടാണ് നമ്മൾ അടുത്ത ലെയർ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പുഡിംഗ് തയ്യാറാക്കുന്ന സമയത്ത് ഈ ഒരു ബിസ്ക്കറ്റ് ലെയർ എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് ഈ ഒരു ലെയർ ഇല്ലാതെയും ഈ ഒരു പുഡിംഗ് തയ്യാറാക്കാവുന്നതാണ്. പുഡിങ്ങിലോട്ട് ചേർക്കേണ്ട ജെലാറ്റിൻ ഞാനിവിടെ ഒരു ബൗളിനകത്ത് എടുത്തിട്ടുണ്ട്. ഇത് 1 ടേബിൾ സ്പൂൺ അളവിന് ജെലാറ്റിൻ പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഫ്ലേവറൊന്നുമില്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള ജെലാറ്റിൻ പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/3 കപ്പ് അളവിനാണ് വെള്ളം ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത്. സാധാരണ വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കണം. ഒരു പാത്രത്തിൽ പാലെടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ അളവിന് ഫുൾ ഫാറ്റ് മിൽക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പാൽ നമ്മൾ നേരത്തെ തന്നെ തിളപ്പിച്ച് വെച്ചിരുന്ന പാലാണ്. അതുകൊണ്ട് ഇനി വീണ്ടും തിളപ്പിക്കുന്നില്ല. പക്ഷെ നമുക്ക് ഈ പാലൊന്ന് ചൂടാക്കി എടുക്കണം. അങ്ങനെ ചൂടാക്കുന്നതിന് മുമ്പായിട്ട് ഇതിനകത്തേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 225 മില്ലി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ടാണെങ്കിലും ചേർത്ത് കൊടുക്കാം. മധുരം നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പാലൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമ്മളിത് നേരത്തെ മാറ്റി വെച്ചിരുന്ന ജെലാറ്റിനാണ്. ഇത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മൈക്രോവേവിൽ 30 സെക്കൻഡ്സ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചൂടായ പാലിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ അളവിന് അൺസോൾട്ടഡ് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഓപ്ഷനിലാണ് ബട്ടർ ചേർക്കുന്നത്. അപ്പോൾ പാല് ചെറുതായിട്ട് ചൂടായപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മെൽറ്റ് ചെയ്തെടുത്ത് ജെലാറ്റിൻ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് കോഫി പൗഡറാണ്. ഞാനിവിടെ നെസ്കഫേയുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ 3 ടീസ്പൂൺ അളവിനാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ചെറിയ ചൂടുള്ള പാലിൽ നിന്ന് അല്പം ഈ ഒരു കോഫി പൗഡറിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് ഈ ഒരു പാലിനകത്തേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഉടനെ വേണം ജെലാറ്റിനും കോഫി പൗഡറും ഒക്കെ ചേർത്ത് കൊടുക്കാൻ. നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു ബിസ്ക്കറ്റ് ബേസാണിത്. ഇതിപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതെയായിട്ട് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയ ആ ഒരു കോഫി മിക്സ് ഒഴിച്ചു കൊടുക്കാം.
തയ്യാറാക്കിയ കോഫി പുഡിംഗ് മിക്സ് 3 ഡിഷിലായിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ആദ്യത്തേത് നമ്മൾ ബിസ്ക്കറ്റ് ബേസൊക്കെ വെച്ച് തയ്യാറാക്കിയതാണ്. ഈ 2 ചെറിയ ബൗളിനകത്ത് ഞാൻ ബേസ് ഒന്നും തന്നെ വെച്ചിട്ടില്ല. ഇനി നമുക്കിത് ചൂട് മാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കുകയാണ്. ഞാനിവിടെ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നല്ല സെറ്റായി കിട്ടിക്കോളും. കോഫി പുഡിംഗ് ഇവിടെ റെഡിയായിട്ടുണ്ട്. നമ്മൾ ചെറിയ ബൗളിൽ സെറ്റ് ചെയ്തിരുന്ന കോഫി പുഡിംഗ് മറ്റൊരു പ്ലേറ്റിനകത്തേക്ക് ഡീമോൾഡ് ചെയ്തിട്ടുണ്ട്. ഇത് കാണാനും ഒക്കെ നല്ല രസമല്ലേ? അതുപോലെ തന്നെയാണ് കഴിക്കാനും. കോഫിയുടെയൊക്കെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. അപ്പോൾ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കോഫി പുഡിംഗ് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക്